ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വൻപയർ വെക്കുന്ന ഒരു വീഡിയോയിലേക്കാണ്. വൻപയർ വെല്ലം ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്, മധുരത്തിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സാധാരണ വൻപയർ കറിയൊക്കെ വെക്കും, പക്ഷേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വൻപയർ ഒരു പായസമാക്കിയിട്ട് കറിയാക്കിയിട്ട് വെല്ലവും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഒരു കറിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വൻപയർ വെക്കുന്ന വീഡിയോയിലേക്ക് പോവാണ്. ഓക്കെ, നമുക്കത് വൻപയർ കഴുകുകയും ചെയ്യണം, പിന്നെ തേങ്ങ ഉടച്ച് ചേരണ്ടണം, പിന്നെ വെള്ളം ഒരുക്കി വിതണം. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പം നമുക്ക് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഇത് വൻപയർ വേകാനുള്ള വെള്ളം കുക്കറിൽ വെക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കുക്കറിൽ വെക്കേണ്ടി വരും. വൻപയർ വേകാനുള്ള വെള്ളം നമുക്ക് കുക്കറിൽ വെക്കാം. അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലം ഉരുകാനുള്ള വെള്ളം വെക്കണം. വെല്ലം നമുക്കിപ്പോൾ അതിനാവശ്യത്തിനുള്ള വെല്ലം വെക്കണം. അതിന് ഉരുകാനുള്ള വെള്ളം വേണ്ടിയിട്ട് വർത്തന വെക്കണം. അപ്പോൾ ഏകദേശം ഇത്ര വെല്ലം ഞാൻ ചേർക്കുന്നുണ്ട്. 3 ആണി വെല്ലമുണ്ട്. പോരെങ്കിലോ എന്നാൽ പിന്നെ ഒരാണിയും കൂടി ചേർക്കാം. ഒരാണിയും കൂടി വെല്ലം ചേർക്കുന്നുണ്ട്. അതായത് 1/2 കിലോ ചെറുപയർ വൻപയർ വാങ്ങിച്ചിട്ട് ഞാൻ കുറച്ച് വൻപയർ അതിൽ നിന്ന് മാറ്റി വെച്ചിന്. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഉരുകിയിട്ട് പാലാകാൻ വേണ്ടി വെക്കണം. കോള് വന്ന തിരക്കിലായിപ്പോയി. പിന്നെ ഒരു കോള് വന്നതിനും പിന്നെ ഇത് വെല്ലം ഉരുകാൻ വേണ്ടിയിട്ട് വെക്കണം നമുക്ക് അടുപ്പത്ത്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് പോരെങ്കിൽ നമുക്കിപ്പോൾ തേങ്ങേൻ്റെ ഒരു തേങ്ങ ഞാൻ ഇവിടെ ഉരിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാലെടുക്കണം. അപ്പോൾ 1-ാം പാല് മാറ്റി വെച്ചിട്ട് 2-ാം പാല് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് പോരെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം. അത് രണ്ടും കൂടി ചേർത്തിട്ട് പിന്നെ വേവിച്ചെടുക്കാം ബാക്കിയുള്ളത്. ഇതിപ്പോൾ വേവാൻ ഇത്രയും വെള്ളം മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വെള്ളത്തിൽ നമുക്ക് വെക്കാം വേവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പോരെങ്കിൽ കുക്കറൊന്ന് തുറന്നു നോക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ 2-ാമത്തെ പാൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു തേങ്ങയാണ്. പക്ഷേ ഒരു തേങ്ങ ചിരണ്ടിയിട്ട് പോരാന്ന് തോന്നിയിട്ട് ഞാൻ ഒരു മുറിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് 1.5 മുറി എടുക്കേണ്ടി വന്നത്. അപ്പോൾ 1.5 മുറി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പാല് കിട്ടും. ഒരു തേങ്ങയാകുമ്പോൾ പാല് കുറവായിരിക്കും. അപ്പോൾ ഉണ്ടാക്കിയ സാധനം ടേസ്റ്റ് കുറവായിരിക്കും. നമുക്ക് ടേസ്റ്റ് വേണ്ടിയിട്ടല്ലേ വെക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് കുറഞ്ഞാൽ ഓരോരുത്തരും ചോദിക്കുമല്ലോ, എന്തായത് ടേസ്റ്റ് ഇല്ലാത്ത, എന്തായത് ടേസ്റ്റ് ഇല്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഒരു മുറിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1.5 മുറി തേങ്ങൻ്റെ പാലെടുത്തിട്ട് വയ്ക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് 1-ാം പാല് വരെ 2-ാം പാല് വരെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇവിടെ വന്ന് നോക്കാം വെല്ലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. വെല്ലം ഇവിടെ ഉരുകുന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ഉരുകിയിട്ടില്ല. കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതും കൂടി കഴിയട്ടെ. പിന്നെ കുക്കർ ഇവിടെ 4 വിസിൽ ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് പോയിട്ടില്ല. കംപ്ലീറ്റ് പോയതിന് ശേഷം അത് മാറ്റിയിട്ട് നോക്കാം എത്ര വെന്തി നിന്ന്. നമ്മളെ വൻപയർ ഇവിടെ നന്നായിട്ട് വെന്ത് കിടക്കുന്നുണ്ട്. 2 വിസിലും കൂടി വേകാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടേനു. അത് കാരണം ആദ്യം 3 വിസിലിന് വേകാത്തതുകൊണ്ട് 2 വിസിലിനും കൂടി വെച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെവിടെ 1-ാം പാല് വേറെ 2-ാം പാല് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാല് കുറച്ച് കൂടുതലുണ്ട്. 2-ാം പാല് എന്ന് പറഞ്ഞാൽ കുറവേ എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ വൻപയർ ഓൾറെഡി വെന്തതാണ്. കാരണം തേങ്ങാപ്പാൽ ഞാൻ വയ്ക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ കുക്കറിൻ്റെ മേലോട്ട് തന്നെ തിളച്ച് മറിയും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. 2-ാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് ഒന്ന് വറ്റിക്കോട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെല്ലം ഉരുക്കിയതും ഒഴിച്ചു കൊടുക്കാം. വെല്ലം ഉരുക്കിയത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാം യോജിച്ചിട്ട് വേട്ടെ. അതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനെക്കൊണ്ട് ആവശ്യത്തിന് മധുരം പോരെങ്കിൽ നമുക്ക് ഒരാണി കൂടി വെല്ലം ഇട്ട് കൊടുക്കാം. അപ്പം ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൂസ് കാണുമ്പോൾ ചില പേര് ഇതിൻ്റെ അകത്ത് കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ കലക്കിയിട്ട് ഒഴിക്കും, അല്ലെങ്കിൽ ചിലവർ അരിപ്പൊടി കലക്കിയിട്ട് ഒഴിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ വെന്ത് ലാസ്റ്റ് തിക്കായിട്ട് വരും. ആ സമയത്ത് നമുക്ക് 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ചിലവർ ഇത് മുയിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരി കലക്കിയിട്ടൊക്കെ ഒഴിക്കും, അല്ലെങ്കിൽ കുറച്ച് പച്ചരി കലക്കിയിട്ട് ഒഴിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യും. പണ്ട് കാലത്തുള്ളവർ ഓരോരോ കൃത്രിമ പണിയെടുത്തിട്ട് അതിനെ അങ്ങനെ വേണ്ടത് രീതിയിലാക്കി വെക്കും. അവരെന്ന് പറഞ്ഞാൽ കോൺഫ്ലവറിൻ്റെ പൊടിയൊന്നും ഇടാൻ അരി കലക്കിയിട്ട് ഒഴിക്കുകയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ട് വേകാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ആ വേകുന്ന സമയത്ത് നമുക്ക് 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്
അപ്പോൾ ഏകദേശം ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എടുത്ത് വെച്ച പാല്, തിക്കായിട്ടുള്ള പാല് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് എടുത്ത് വെച്ച പാല് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലവരെല്ലാം ഇത് തേങ്ങ വെട്ടിക്കാതെ തിന്നാൻ. പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കഞ്ഞി വെക്കുകയാണെങ്കിലോ പിന്നെ ഉലുവക്കഞ്ഞി വെക്കുകയാണെങ്കിലോ, ഉലുവക്കഞ്ഞിൻ്റെ ചെറുപയർ കഞ്ഞിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കയറിയിട്ട് കാണുക. നല്ല അടിപൊളിയായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കാൻ വേണ്ടി തോന്നും. അതുപോലെ തയ്യാറാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടി കുടിക്കുക. തേങ്ങ ചിരണ്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടൂല. തേങ്ങ പാല് തന്നെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കുക. പിന്നെ അതിൻ്റെ വീഡിയോ കയറി കാണുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു കടായി വെക്കുക. ഇപ്പോഴത്തെ ആ ഒരു കടായി വെക്കുകയാണ്. നമുക്ക് ഈ കടായി ചൂടായി വരുമ്പോൾ കുറച്ച് RKG ഒഴിച്ചു കൊടുക്കാം. RKG ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് ഒന്ന് ഫ്ലെയിം ലേശം കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ എടുത്ത് വെച്ച മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പൊരിച്ച പോലെ ആക്കിയിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്ത് മൺപയറിനകത്ത് ഇട്ട് കൊടുക്കാനാണ് ഇത് ലാസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. ഇതിനകത്ത് ഞാൻ മധുരമൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പോരാതിന് കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഇത് വറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് പൊരിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഇത് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇത് മൊത്തമായിട്ട് ഒന്നെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് തിക്കായിട്ട് വേണം. അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം. അപ്പം എൻ്റെ വൻപയർ പായസം റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇനി എല്ലാവരും ലൈക്കും സബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ. അറിയാത്തവർക്കും കൂടി കാണാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അറിയാത്തവർ കൂടി വീഡിയോ നോക്കിയിട്ട് ഇതുപോലെ തയ്യാറാക്കാം. വൻപയർ വെച്ചത് ഇതുപോലെ തയ്യാറാക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം. ബൈ.